Hi dears, welcome back to my channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ഷവർമയുടെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ഗാർലിക് സോസ് ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനൊരു മുട്ട ഫുള്ളോടെയാണ് എടുക്കുന്നത്. ചിലർ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മുട്ട മുഴുവനോടെ എടുക്കണം. ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി എടുക്കുന്നുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ കുത്തൽ വരും. ഞാൻ അരമുറി നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട്. ആദ്യമേ മുഴുവൻ ഒഴിക്കണ്ട. പുളി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വൈറ്റ് വിനേഗർ ഉപയോഗിക്കാവുന്നതാണ് നാരങ്ങയ്ക്ക് പകരം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം. എന്നാലേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ച് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ഓയിൽ കൊണ്ട് ഒന്നും ആയിട്ടില്ല. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് നോക്കുവാണ്. ആദ്യം ചെയ്യുന്നവരെ ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. ഞാൻ സാധാരണ മൊത്തവും കൂടെ ഒഴിച്ചാണ് ചെയ്യാറ്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. കുറച്ചുകൂടെ കട്ടിക്ക് വേണ്ടവർക്ക് ഓയിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു മുട്ടയ്ക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിലർ മയോണൈസും ഗാർലിക് സോസും ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതൊട്ട് ഹെൽത്തി അല്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ ഉണ്ടാക്കിയാൽ മതി. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഷവർമ ഉണ്ടാക്കാൻ മയോണൈസും ഗാർലിക് സോസും ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ സാധാരണ ഗാർലിക് സോസാണ് ഉപയോഗിക്കാറ്. ഇതൊരു ഈസി മെത്തേഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.